അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇന്നലെയാണ് ഞാൻ ഡൽഹിയിൽ പാർലമെൻറ്റ് നടക്കുകയാണ്, ഇന്നലെയാണ് വന്നത്. ശരിക്കും ഇന്നാണ് വരുന്നത്. കാരണം ഒരു ദിവസം കൂടി അഡ്വാൻസ് ആയിട്ട് പാർലമെൻറ്റ് മുടങ്ങി. കാരണം ഹോളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു നോട്ടീസ് വന്നു എന്ന് ഞാൻ വൈകുന്നേരമാണ് അറിയുന്നത്. കാരണം വന്നുടനെ എല്ലാ കവറൊന്നും നോക്കില്ലല്ലോ. എൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി നോക്കിയതിന് ശേഷമാണ് ഇങ്ങനെ EDയുടെ ഒരു നോട്ടീസ് വന്നിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. അത് ഇന്നലെ ഹാജരാവണമെന്ന് പറഞ്ഞിട്ടാണ് നോട്ടീസ്. സ്വാഭാവികമായിട്ടും അറിയാമല്ലോ, ഇന്നലെ ഹാജരാകാൻ കഴിയില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് EDക്ക് അപ്പം തന്നെ നമ്മൾ ED ഓഫീസിലേക്ക് വിവരം കൊടുത്തു, ഹാജരാവാൻ കഴിയില്ല, പാർലമെൻറ്റ് കഴിയുന്നവരെ നമുക്ക് ഹാജരാകാൻ കഴിയില്ല എന്ന് പിന്നീട് കത്തും കൊടുത്തിട്ടുണ്ട്. അതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. അപ്പോൾ EDയുടെ പ്രധാനമായിട്ട് അതിൽ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കാനുണ്ടെങ്കിൽ വരണം, ഇന്ന കാര്യങ്ങൾ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ആ ഡോക്യുമെൻറ്റ്സായിട്ട് നമ്മൾ ഹാജരാവുകയും ചെയ്യും. നമുക്കതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. ഏത് അന്വേഷണം വന്നാലും അതിനെ നമുക്ക് നേരിടാൻ വേണ്ടി കഴിയും. ഒരു എൻ്റെ ബാങ്ക് അക്കൗണ്ട്, അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, മറ്റ് ആസ്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കരിവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് താങ്കൾ പ്രവർത്തിച്ചിട്ടില്ലല്ലോ, അപ്പം എന്തിനാണ് ഈ ഒരു കേസിൽ? അല്ല, ഈ കേസാണോ എന്ത് കേസാണോ എന്ന് എനിക്കറിയില്ല. അതിൽ പർട്ടിക്കുലർ ഇന്ന കേസാണെന്ന് പറയുന്നില്ല, ഇങ്ങനെ മാത്രമാണോ പറയുന്നുള്ളൂ. അല്ലാതെ കരിവന്നൂർ കേസ് എന്ന് പറഞ്ഞിട്ടൊന്നും, അല്ലെങ്കിൽ കരിവന്നൂർ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിന് ഹാജരാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്. മറ്റു പല കാരണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ED നിരന്തരം എല്ലാവരെയും, ഈ പ്രത്യേകിച്ച് തൃശ്ശൂരിലെ CPM നേതാക്കളെ നിരന്തരം ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാക്കായി തന്നെയാണോ? അത് തന്നെ സംശയം എന്താ? ED അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എതിരാളികളെ എങ്ങനെയൊക്കെ അമർച്ച ചെയ്യാൻ കഴിയും, അത്രമാത്രമാണ്. EDക്ക് അങ്ങനെ സ്വതന്ത്രമായിട്ട് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നതൊന്നും നമുക്കെതിരല്ല. പക്ഷേ ഏകപക്ഷീയമായിട്ട് തങ്ങൾക്കെതിരായി നിൽക്കുന്ന പ്രസ്ഥാനങ്ങളെയും നേതാക്കളെയും ഇല്ലാതാക്കുക എന്നുള്ള ഒരു അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട്. അത് ഇവിടെ മാത്രമല്ല, ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ഉള്ള കാര്യമാണ്. നമുക്കതിനെ സംബന്ധിച്ച് ഏത് അന്വേഷണത്തെയും നേരിടാൻ ഒരു ഭയമില്ല. ഏത് അന്വേഷണം വരട്ടെ. സ്വത്ത് സമ്പാദിച്ചു എന്ന് പറഞ്ഞിട്ടല്ലേ, അത് സ്വത്ത് സമ്പാദിച്ചു എന്നുള്ളതിനെ കുറിച്ചിട്ട് ആരൊക്കെ എങ്ങനെയൊക്കെ അന്വേഷിച്ചോട്ടെ, അത് അന്വേഷിക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. അന്വേഷിച്ച് കണ്ടെത്തട്ടെ. ഈ കരിവന്നൂർ കേസിൽ ഇപ്പം പിടിച്ചെടുത്ത സ്വത്തുകളൊക്കെ ഇപ്പം നിക്ഷേപകർക്ക് തിരിച്ചു നൽകാനായിട്ടുള്ള നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെങ്ങനെ കാണുന്നു? നിക്ഷേപകർക്ക് അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടണമല്ലോ. അതിന് നമ്മളെതിരല്ല. നിക്ഷേപകർക്ക് പൈസ കിട്ടണം എന്നുള്ള അഭിപ്രായമാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റേത്. പാർട്ടിയുടെയും നിലപാട് തന്നെയാണ്. നിക്ഷേപിച്ച ഒരാളുടെ പോലും ഒരു നയാ പൈസ പോലും നഷ്ടപ്പെടാൻ പാടില്ല. അവർക്കെല്ലാം തിരിച്ചു കിട്ടണം. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഈ കരിവന്നൂർ കേസിൽ നേരത്തെ ഏതെങ്കിലും തരത്തിൽ അന്വേഷണ സംഘം ബന്ധപ്പെട്ടിരുന്നോ? ഇല്ല, ആദ്യമായിട്ടാണ് എന്നോട്. ആദ്യമായിട്ടാണ് അങ്ങനെ. ഞാൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നത് 2016-18 കാലത്താണ്. ആ സമയത്ത് പാർട്ടിയുടെ ഡോക്യുമെന്റ്സ് അങ്ങനെയാണോ ചോദിച്ചത്? ഇല്ല, ഒന്നുമില്ല. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഈ ബാങ്കിന്റെ വിഷയം എന്തെങ്കിലും ചർച്ചയായിരുന്നു? ഇല്ല, ഈ ബാങ്കിൻ്റെ വിഷയമൊന്നും ചർച്ച ചെയ്തിട്ടില്ല. അങ്ങനെ ഓരോ ബാങ്കിൻ്റെയും പ്രത്യേകം ചർച്ച ചെയ്യുന്നില്ലല്ലോ. സഹകരണ മേഖലയിൽ പൊതുവായിട്ടുണ്ടാകുന്ന എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ അത് പരിശോധിക്കുക, അത് നടപടി സ്വീകരിക്കുക എന്നല്ലാതെ ഓരോ ബാങ്കിൻ്റെയും ദൈനംദിന കാര്യങ്ങൾ പാർട്ടി ഇടപെടുന്ന സമീപനമില്ല. ഇല്ലല്ലോ, പാർട്ടിയുടെ ശ്രദ്ധയിൽ വരുന്നത് പിന്നീടല്ലേ. ഇത് വരേണ്ടത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ ശ്രദ്ധയിലല്ലേ വരേണ്ടത്. പാർട്ടിയുടെ ശ്രദ്ധയിൽ വരുന്ന കാര്യങ്ങൾ ആ സമയത്ത് തന്നെ നമ്മൾ നടപടി സ്വീകരിച്ചു പോവുകയും ചെയ്യും. ജില്ലാ സെക്രട്ടറി അടക്കമുള്ള നേതാക്കളെ പലവട്ടം ചോദ്യം ചെയ്തതാണ്. ആ ഒരു സമയത്ത് ആ തട്ടിപ്പ് അല്ലെങ്കിൽ ക്രമക്കേട് നടന്ന സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളായിരുന്നവരെ പലവട്ടം ചോദ്യം ചെയ്തു. താങ്കളിലേക്ക് അന്വേഷണം അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ എത്തുന്നത് ഏത് നിലയിലാണെന്നുള്ളതാണ് സംശയിക്കുന്നത്. അതെന്താണെന്ന് അറിയില്ല. ഇതുവരെ നമ്മൾ ചോദിച്ചല്ലോ. കേസ് തുടങ്ങിയിട്ട് കുറേ കാലമായല്ലോ. ഇതുവരെ ഇതിലിപ്പോൾ എന്തെങ്കിലും അവർക്ക് സംശയം ഉണ്ടെങ്കിൽ ഇത് ദൂരീകരിക്കാൻ വേണ്ടിയായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഡേറ്റ് ഇന്നലെയായിരുന്നു. ഇന്നലെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാർലമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇന്നലെ ശരിക്കും നേരത്തെ ഷെഡ്യൂൾ ചെയ്തതനുസരിച്ചാണെങ്കിൽ ഇന്നലെയും പാർലമെൻറ്റിലുണ്ടായി. ഹോളിയുടെ ഭാഗമായിട്ട് ഇന്നലെയും കൂടി ഹോളിഡേ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്നലെ എനിക്ക് വരാൻ പറ്റിയത്. അപ്പം ഞാൻ പാർലമെൻറ്റ് കഴിഞ്ഞ ഏത് സമയത്ത് വേണമെങ്കിലും
ഇ ഡിയുടെ മുമ്പിൽ ഹാജരാവാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ പുതിയ നോട്ടീസ് കിട്ടുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള അല്ല, അത് ഒരു നമ്മൾ ഇന്നലെ മെസ്സേജ് അപ്പം തന്നെ കൊടുത്തു. അതിന് ശേഷം വൈകുന്നേരം നമ്മൾ കത്തും കൊടുത്തിട്ടുണ്ട് ഇ ഡി. അവരെ നിശ്ചയിക്കുന്ന ഏതാ ഡേറ്റ് എന്ന് വെച്ചാൽ നമുക്കും കൂടി സൗകര്യപ്രദമായിട്ടുള്ള ദിവസമായിരിക്കും പാർലമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം. പാർലമെൻറ്റ് കഴിഞ്ഞ ഉടനെ പാർട്ടി സമ്മേളനമാണ് മധുരയിൽ, 6-ാം തീയതി വരെ ഉണ്ട്. അതിന് ശേഷം ഏത് സമയത്ത് വിളിച്ചാലും നമുക്ക് പോകാൻ കഴിയും. ഈ അന്വേഷണം ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ട് പോകുന്നതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കോടതി പോലും ശാസിച്ചതാണ് ഇക്കാര്യത്തിൽ. കോടതി അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് പറയാം, ഞാൻ പിന്നീട് പറയാം. ഇപ്പോൾ നമുക്ക് ഈ ഇ ഡി നോട്ടീസ് ചെയ്യാണല്ലോ, അതിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പറയാം, മറ്റ് കാര്യങ്ങൾ പിന്നീട് പറയാം. ഓക്കെ. കൂടൽമാണിക്യത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാം? അതിപ്പോൾ ഇതിൻ്റെ കൂടെ കൂട്ടിക്കുഴയ്ക്കണം. കൂടൽമാണിക്യം അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതും നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ സമൂഹം ഏറ്റെടുക്കട്ടെ, അല്ലാതെ ഒരാൾ തന്നെ ഇത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സമൂഹം ഏറ്റെടുക്കണമെന്നാണ് ഞാനന്ന് പറഞ്ഞത്. മാധ്യമങ്ങൾ ഏറ്റെടുക്കണം, സമൂഹം ഏറ്റെടുക്കണം. നമ്മുടെ സമൂഹത്തെ പുറകോട്ടടിപ്പിക്കാൻ വേണ്ടിയല്ല ശ്രമിക്കേണ്ടത്, മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഇടപെടലാണ് വേണ്ടത്.